ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ലാണ് വിശ്വസാഹോദര്യത്തിനായുള്ള തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വാർഷിക യോഗം നടത്താൻ ഉത്സാഹശാലികളായ കുറെ ചെറുപ്പക്കാർ തീരുമാനിച്ചു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംസ്കൃത പാഠശാലയായിരുന്നു ആഘോഷവേദി. അന്ന് പുലർച്ചെ മുതൽ തെക്കുനിന്നും വടക്കുനിന്നുമുള്ള തീവണ്ടികളിലായി യുവാക്കളുടെ പല സംഘങ്ങൾ ആലുവായിലെ അദ്വൈതാശ്രമത്തിലെത്താൻ തുടങ്ങി. ഗുരുവാകട്ടെ തന്റെ പ്രഭാത ധ്യാനത്തിന് ശേഷം സന്ദർശകരെ സ്വീകരിക്കാനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും സന്നദ്ധനായി. അപ്പോഴൊരു ചെറുപ്പക്കാരൻ നടക്കാൻ പോകുന്ന യോഗത്തെക്കുറിച്ച് ഗുരുവിനോട് വിശദീകരിച്ചു. മൗനപൂന്തേൻ എന്ന കൃതിയിൽ ഇങ്ങനെ എഴുതുന്നു: ശുഭാപ്തി വിശ്വാസക്കാരനായ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് എത്രയും തരളമായ സ്വരത്തിൽ ഗുരു ആരാഞ്ഞു. വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായി നീ കരുതുന്നുവോ? യുവാവ് സുനിശ്ചിതമായി പറഞ്ഞു, ഉവ്. ആശയപ്രചാരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സമ്മേളനങ്ങൾ. അതിന് ഗുരു പറഞ്ഞ മറുപടി എന്തായിരുന്നുവെന്നോ? സമ്മേളനങ്ങൾ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുകളുടെ എത്രയും പ്രവർത്തനം അവ മൂലമുണ്ടാകുന്നതായി കാണുന്നില്ല എന്നായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വലിയ ഗൗരവത്തോടെ യോഗങ്ങളിൽ സംബന്ധിക്കുന്നു. പ്രാസംഗികർ ഉച്ചത്തിൽ സംസാരിക്കുകയും വികാരങ്ങൾ ഉണർത്തുകയും ചെയ്യും. ലോകം മുഴുവൻ ഉദ്ധരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കേൾവിക്കാർ ഉത്സാഹപൂർവ്വം കൈകൊട്ടി തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഒരു തീവണ്ടിയുടെ ചൂളം വിളി കേട്ടാൽ മതി, പ്രഭാഷകൻ താൻ പറഞ്ഞുവന്നത് പൊടുന്നനെ നിർത്തിയിട്ട് ശ്രോതാക്കളോട് ഒഴിവ് കഴിവും പറഞ്ഞ് സഞ്ചിയും തൂക്കി അവനവന്റെ പാട് നോക്കിപ്പോവും. ലോകം മുഴുവൻ ഉദ്ധരിക്കുന്നതും ലോകത്ത് ശാന്തി നിറയ്ക്കുന്നതും വിശ്വസാഹോദര്യം പുലരുന്നതും അവിടെ നിലയ്ക്കും. ഗുരു പറഞ്ഞതിനാണ് കാര്യം എന്ന് ഇന്നും നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം കൊട്ടിഘോഷിക്കപ്പെട്ട ചർച്ചകൾക്ക് അവയുണ്ടാക്കുന്നത്ര ഒച്ചപ്പാടുകൾ അതിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമ്മേളനങ്ങളെ ഗുരു പൂർണ്ണമായും തള്ളിപ്പറയുകയായിരുന്നില്ല. ഗുരു പിന്നീട് പറഞ്ഞു, സമ്മേളനങ്ങൾ സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ ചിലപ്പോഴൊക്കെ നല്ലത് തന്നെ. എന്നിട്ട് ഗുരു പറഞ്ഞു, മനുഷ്യരോട് അവരുടെ ദുരയെക്കുറിച്ച് പറയുന്നത് നന്നായിരിക്കും. മനുഷ്യനെന്ന് വിളിക്കപ്പെടുന്ന മൃഗം മറ്റു മൃഗങ്ങളെക്കാൾ മോശമാണെന്ന് തോന്നുന്നില്ലേ? മനുഷ്യന്റേതുപോലെ പെരുപ്പിച്ചുണ്ടാക്കിയ ആവശ്യങ്ങളൊന്നും മൃഗങ്ങൾക്കില്ല. മനുഷ്യനാകട്ടെ ഒരു സംഹാരമൂർത്തിയെപ്പോലെ ഭൂമിയിലാകെ മണ്ടുന്നു. അവൻ കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം നശിപ്പിക്കുന്നു. മനുഷ്യരാശിയുടെ കാര്യത്തിൽ വലിയ താൽപ്പര്യമാണ് എന്ന് പറയുന്ന രാഷ്ട്രം ഭീകരമായ ചർമ്മരോഗം കൊണ്ട് നരകിക്കുന്ന ഒരുവനെപ്പോലും അവന്റെ ദുരിതം പിടിച്ച ശരീരം വെടിയുന്നതിൽ നിന്നും അത്യാവേശത്തോടെ തടയും. അതേ രാഷ്ട്രം മറുവശത്ത് കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം മതത്തിന്റെയോ പൊതുനന്മയുടെയോ പവിത്രനാമത്തിൽ കൂട്ടക്കുരുതികൾ നടത്തും. തനിക്ക് മൃഗങ്ങളെക്കാൾ വിശേഷ ബുദ്ധിയുണ്ടെന്ന് മനുഷ്യൻ അഭിമാനിക്കുന്നുവെങ്കിലും താൻ ചെയ്യുന്നതെന്താണ് എന്ന് അവൻ അറിയുന്നില്ല. ഭ്രാന്തു പിടിച്ച പരക്കം പാച്ചിലാണിതെല്ലാം. കരുണാർദ്രമാണെങ്കിലും വേദന നിറഞ്ഞ സ്വരത്തിലാണ് ഗുരു അത് പറഞ്ഞത്. നോക്കൂ, അവസാനത്തെ വാചകം, ഭ്രാന്തു പിടിച്ച പരക്കം പാച്ചിലാണിതെല്ലാം. അതിന്റെ കാഴ്ചകളാണ് ഇന്ന് ലോകം നിറയെ. ഇന്ന് അന്താരാഷ്ട്ര പത്രങ്ങളുടെ 1-ാം പേജുകളിൽ ഇടം പിടിച്ചൊരു ചിത്രമുണ്ട്. AFP പകർത്തിയ ചിത്രം. 10-13 വയസ്സുള്ള ഒരു ആൺകുട്ടി വലത് കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് ഒരു ചരുവവും പിടിച്ച് ഇടത് കൈകൊണ്ട് കണ്ണുനീര് വാർക്കുന്ന ചിത്രം. ക്ഷീണിതനാണവൻ. വടക്കൻ ഗാസ മുനമ്പിൽ സന്നദ്ധ സംഘടന നൽകുന്ന വേവിച്ച ഭക്ഷണത്തിന്റെ ഒരു പങ്കുപറ്റാൻ കാത്തിരിക്കുകയാണവൻ. മറ്റൊരു ചിത്രം ഖാൻ യൂനിസിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ്. ചെമ്പൻ മുടിയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. അവൾ വാവിട്ട് കരയുകയാണ്. ചിത്രം പങ്കുവച്ച് ഫോട്ടോഗ്രാഫർ എഴുതുന്നു, പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചതുകൊണ്ടോ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിലോ അല്ല അവൾ കരയുന്നത്. ഖാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം നൽകുന്ന ഫുഡ് കിച്ചണിൽ വരി നിൽക്കുകയാണ് വിശന്ന് തളർന്ന ആ പെൺകുട്ടി. ഭക്ഷണത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവരുടെ നീണ്ട നിര. അതും കഴിഞ്ഞ് തന്റെ ഊഴമെത്തുമ്പോഴേക്കും തളർന്നു വീണു പോകുമോ എന്ന് ഭയന്ന് അവൾ കരയുകയായിരുന്നു. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും മിച്ചമെന്തെങ്കിലും തനിക്ക് കിട്ടുമോ എന്നുള്ള ആധിയായിരിക്കാം. നോക്കൂ, ഗുരു പറഞ്ഞതുപോലെ മനുഷ്യർ ഭ്രാന്തു പിടിച്ച് ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളുടെ ഇരകൾ പാവം കുട്ടികൾ. ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടർ സെക്രട്ടറി പറഞ്ഞത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ സഹായമെത്തിയില്ലെങ്കിൽ 14,000-ഓളം ശിശുക്കൾ മരിച്ചു വീഴുമെന്നാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഇതിനകം പ്രാണൻ പോയി. ബാക്കി ജീവനുള്ളവർക്ക് ആഹാരം കൂടി നിഷേധിക്കുന്നു.
20 ലക്ഷത്തിലധികം പേർ പാർക്കുന്ന ഗാസയിലേക്ക് ഇസ്രയേൽ ഉപരോധം മൂലം മാർച്ച് 2 മുതൽ ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ അവശ്യ സാധനങ്ങളോ എത്തുന്നില്ല. കരയാക്രമണം ശക്തമായതോടെ വടക്കൻ ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ പിന്മാറില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു. ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് പരിമിതമായ അളവിലെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് കടത്തിവിടാൻ അനുവദിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും സമ്മേളനങ്ങളും നിരന്തരം നടക്കുന്നു. ഗുരു ചെറുപ്പക്കാരനോട് ചോദിച്ച അതേ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. ഈ സമ്മേളനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഗുരു പറഞ്ഞത് ഓർമ്മയില്ലേ? തനിക്ക് മൃഗങ്ങളെക്കാൾ വിശേഷ ബുദ്ധിയുണ്ടെന്ന് മനുഷ്യൻ അഭിമാനിക്കുന്നുവെങ്കിലും താൻ ചെയ്യുന്നതെന്താണ് എന്ന് അവൻ അറിയുന്നില്ല. ഭ്രാന്തു പിടിച്ച പരക്കം പാച്ചിലാണിതെല്ലാം. അവനെല്ലാം പാഴിലാക്കും. ജീവിതം നശിപ്പിച്ചാലേ അവന്റെ ദുരയ്ക്ക് തൃപ്തി വരൂ. ഹോ, ഈ മനുഷ്യൻ!